ഇന്ന് വയണയിലപ്പം ഉണ്ടാക്കാം. ഇതാ വയണയിലപ്പം ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ നാഴിയിലാണ് എടുത്തത്. 1.5 നാഴി മാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഒരു തേങ്ങ, അത്യാവശ്യം ഒരു ഇടത്തരം ഒരു തേങ്ങ. പിന്നെ അതുണ്ട് ഏലക്ക ഞാൻ പൊടിച്ച് അതിൻ്റെ പിന്നെ ഇതളൊക്കെ കളഞ്ഞ് അതിൻ്റെ അരി മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ശർക്കര വെള്ളം ഒഴിച്ച് നോക്കാം. പിന്നെ അതാ ഉപ്പ്, കുറച്ച് ഉപ്പ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആദ്യം ഇച്ചിരി ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പ്. പിന്നെ നമ്മൾ പൊടിച്ച ഏലക്ക പൊടി, അത് ഏലക്ക ഇവിടെ ഇഷ്ടമല്ല കേട്ടോ ആർക്കും. പിന്നെ ഇനിതാ തേങ്ങ ഇട്ട് കൊടുക്കാം. ഗൈസ്, എൻ്റെ വയണയില വാടിപ്പോയി ഗൈസ്. ദാ ഇത് കണ്ട, ഉണങ്ങിപ്പോയി. ഞാൻ ഫ്രിഡ്ജിൽ പറിച്ചുകൊണ്ട് വെച്ചിട്ട് 2 ദിവസമായി. കുഞ്ഞല എന്നാലും വേണ്ടില്ല, നമുക്ക് വയണയില ഇപ്പം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കാര്യം. ദാ കണ്ട, ഇതാ ശർക്കര വെള്ളം ദാ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂട് ശർക്കര വെള്ളമാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നന്നായി കുറേശ്ശെ ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ വെള്ളവും തിളപ്പിച്ച് മാറ്റി ഇതാ വെച്ചിട്ടുണ്ട്. അപ്പം ആവശ്യത്തിന് ആദ്യം ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. വയണയിൽ ഇങ്ങനെ ആയാലും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അതങ്ങനെയാണല്ലോ, കുറച്ച് നാൾ കഴിയുമ്പോൾ വാടും. അതുപോലെ തന്നെ ഫ്രിഡ്ജിലിരിക്കുമ്പോഴും അങ്ങനെ ആയെന്നങ്ങ് കരുതിയാൽ മതി. അപ്പം നമുക്കിനി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു വലിയ ഉണ്ട ശർക്കര എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. മധുരം കൂടുതലായിരിക്കും, ടേസ്റ്റ് കാണുമായിരിക്കാം. നല്ലതുപോലെ നമുക്ക് കുറച്ചൊന്ന് സ്പൂണിൻ്റെ മൂട് കൊണ്ട് ഇങ്ങനെ കുഴച്ചതിന് ശേഷം പിന്നെ കൈ കൊണ്ട് കുഴയ്ക്കുക. അല്ലെങ്കിൽ ഇത് ഭയങ്കര ചൂട്. അരിമാവിലുണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരിക്കൽ ഉണ്ടാക്കി അരിമാവിൽ. ശരി, ഇന്ന് എനിക്ക് അരിമാവില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗോതമ്പ് മാവുണ്ട്, അപ്പം എന്തെങ്കിലും ഉണ്ടാകാൻ വിചാരിച്ചു. അങ്ങനെ വെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല. ഞാൻ വെള്ളം തിളപ്പിച്ചത് വേസ്റ്റായി. ശർക്കര വെള്ളത്തിൽ തന്നെ ഇത് ഇങ്ങനെ ആക്കിയെടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഞാൻ പരത്തണ ഉണ്ട ഉരുട്ടിയല്ല വെക്കണത്, ഇത് കണക്ക് കോട്ടി ഉണ്ട ഉരുട്ടിയല്ല ഞാൻ വെക്കാൻ പോണത്. ഇതാ നോക്കിക്കോളണം ഞാൻ എങ്ങനെയാണ് വെക്കണമെന്ന്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് മക്കളെ. ഇതാകണ്ട, ഇങ്ങനെ നമ്മൾ ഇലയപ്പത്തിന് പരത്തൂലേ, അതേ കണക്ക് ഇങ്ങനെ പരത്തി കട്ടി കുറച്ച് ഇങ്ങനെ പരത്തും. ഓരോന്നും നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. ഉള്ള ഇലയിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പരത്താം. കൈ ഇങ്ങനെ നനച്ചു കൊടുക്കണം. നനച്ചതിന് ശേഷം വലിയ ഇലയായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നല്ലതായിരുന്നു, പക്ഷേ ഇല കിട്ടാനില്ല. എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇനിതാ ഇങ്ങനെ കോട്ടി കൊടുക്കാം. കണ്ടല്ലോ, കണ്ടില്ല എന്ന് പറയരുത്. നമുക്കിത് കോട്ടിയെടുക്കാം. ഓരോന്നും ഇങ്ങനെ ഈർക്കിൽ കുത്തി ഇതാ കോട്ടി. അപ്പം എന്താ മദ്യം ഇങ്ങനെ ഇരിക്കും. ചിലർ ഈ മദ്യത്ത് തുറു നിറച്ച് കൊടുക്കും. തുറു എന്ന് പറയണ തേങ്ങയും ശർക്കരയും കൂടെ, അങ്ങനെ വേണമെങ്കിൽ നിറയ്ക്കാം. ഇതിപ്പം നമ്മൾ ഇട്ട് ഞവിടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇതാകുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ വലിയ കട്ടി കാണൂല, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിനെല്ലാം ഇങ്ങനെ ആക്കിയെടുക്കാം. വയണയിലപ്പം കൂട്ടിയെടുത്തത് നമുക്ക് ഓരോന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെ എല്ലാം വെച്ച് നമുക്കിതിനെ ആവിയേറ്റി എടുക്കാം. എന്താ ഇങ്ങനെ ഇരിക്കണം, അകം കുഴിഞ്ഞണ്ട ഇങ്ങനെ.
ഇല ചെറുതായതുകൊണ്ടേ ചിലപ്പോൾ നല്ല ഇങ്ങനെ ഇരിക്കാൻ പാടാണത്. ഇങ്ങനെ ഈർക്കിൽ കുത്തുമ്പം കുഴപ്പമില്ല. അപ്പോൾ എല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇനി ഇതാ എന്തോന്ന് ചെയ്യണമെന്നറിയാം. അപ്പം നമുക്ക് ബാക്കി ശകല മാവ് ഇങ്ങനെ വന്നു ഇതാണ്ടാവും. അപ്പോൾ ഇതിനെന്തോന്ന് ചെയ്യാം, നമുക്ക് പാഴിക്കളയണ്ട. അപ്പം ഇതിനെ ഇങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് ഇതാ കണ്ട, അത് രസമാണ് അത് കഴിക്കാനായിട്ട്. ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം ഇത് ആവിയിൽ വേവും. കൊഴുക്കട്ട കണക്ക് 3 എണ്ണം. അത് നല്ല ടേസ്റ്റാണതും. അപ്പം ഇത് എനിക്ക് തോന്നണം ഒരു 1/4 മണിക്കൂറെങ്കിലും വേണ്ടി വരും ഇതൊന്ന് വേവാൻ. നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതെന്തായെന്ന് നോക്കട്ടെ. വയണയിലപ്പം വെച്ചിട്ട് 1/2 മണിക്കൂറായി. നല്ല വയണയിലേരെ മണം വരുന്നുണ്ട്. ഏലക്കീരയും എല്ലാം നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തില്ല കേട്ടോ. ഇല കുറച്ചുകൂടെ ഒന്നൊരിതായി വരണം. അപ്പം 1/2 മണിക്കൂറായി. അപ്പം നമുക്കൊരു 1/4 മണിക്കൂറും കൂടെ വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ച് കൊടുക്കാം. വയണയിലപ്പം വെന്ത് ഗൈസ് 3/4 മണിക്കൂറായി. ഞാൻ 1/2 മണിക്കൂറായപ്പോൾ നോക്കിയപ്പോൾ വെന്തില്ല. അപ്പം 3/4 മണിക്കൂറായി. ഇപ്പോൾ വെന്ത് നമുക്ക് ഇനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല മണം വരണം വയണയിലേര. ചൂട് വേണ്ട. ഇത് രാവിലെ കഴിക്കാനാണ് ടേസ്റ്റ്. ഇപ്പം ഞാൻ വൈകിട്ടാണ് ഇത് ഉണ്ടാക്കണത്, പക്ഷെ രാവിലെ കഴിക്കണം. ചൂട്. വയണയിലപ്പം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരെണ്ണം ഒന്നങ്ങോട്ട് പൊളിച്ച് നോക്കാം. നല്ല ചൂടുണ്ട്. ഇങ്ങനെ തന്നെ ഇരിക്കും സംഭവം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. നല്ല ചൂട്. എല്ലേനോ വന്ന നല്ല വയണയിലേര മണം അപാരം. നല്ല ടേസ്റ്റുണ്ട്. മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ലേനോ നിനക്ക് വേണോ? അടിപൊളി. അപ്പം ഞാൻ വയണയിലപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബൈ.